എടയവന്മാര് കൊറേ നേരം അതുമ്മ പിടിച്ച് താളം പിടിക്കാൻ തുടങ്ങിയിട്ട് ബലം നടക്കുവോ? എനിക്ക് മനസ്സിലായില്ലേ, ഒരാള് റഫീഖ് മുഹമ്മദും മറ്റാൾ അനിരുദ്ധും. എന്താ ഇതെന്താന്നൊന്ന് പറഞ്ഞോ. നടച്ചിട്ട് പോയേടാ. എടാ ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ? വലിയ കലാകാരന്മാര് വന്നേക്കണ്. ആരവന്മാരാണ് ഭ്രാന്തന്മാരെ കൊണ്ട് നിർത്തിയടാ. നോക്കിയേ, ആ പിള്ളേരവിടെ എന്തിനാ കാണിക്കണേ? ഏത് പിള്ളേരെ? ആ ബികോമിലെ ഫ്രാൻസിസും ആ സൈക്കോളജിയിലെ ജോസഫ് തന്നെയല്ല അവന്റെ പേര്? ആ ഗിറ്റാർ തൂക്കിയിട്ട് നടക്കണവൻ. ഈ പിള്ളേരൊക്കെ വല്ലതും പഠിക്കോ? ഇതിന്റെ പിന്നാലെ പോയിട്ട് അവരുടെ കരിയറൊക്കെ പോയല്ലോ വെറുതെ. ആർക്കറിയാം. എല്ലാവർക്കും മാർക്കൊക്കെ ഉണ്ട്. റിസൾട്ട് ഒന്നും ഒരു കുഴപ്പമില്ല. ദാദേ നീ തൂണൊന്നും നോക്കിയേ. നിശ്ചയം തുറഞ്ഞ ഈ വരും തീർക്കട്ടെ. ദാദേ നമ്മള് ചെയ്യുന്നതൊക്കെ സീനാവോ? എന്ത് സീൻ എന്ന് വെച്ചാ കുറച്ച് ദിവസമായില്ലേ നമ്മളിങ്ങനെ ഒരു യുദ്ധം തുടങ്ങിയിട്ട്. പലരും വന്ന് ഇങ്ങനെ നോക്കി പോണ്ട്. ആരെന്താന്ന് പോലും ചോദിച്ചിട്ടില്ല. എന്തിനാടാ ചോദിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? അതല്ല, നമ്മൾ ലാസ്റ്റ് ടൈം പാട്ടിറക്കിയപ്പോഴേ ചിലവരൊക്കെ ഭയങ്കര പുച്ഛം കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ നമ്മുടെ ക്ലാസ്സിലത്തെ ആൾക്കാർ വരെ എണീച്ച് നിന്നിട്ട് നമ്മുടെ പാട്ട് കേട്ടിന് എല്ലാവരും സ്റ്റോറി പറയലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. എന്റെ എല്ലാ കോൺഫിഡൻസും പോയി. ആകെ നാണം കിട്ടാകെ ഇതായിപ്പോയി. നീ എന്നെ നോക്കിയേ, ഇവിടെ ഇത്രയും പിള്ളേര് പഠിക്കുന്നുണ്ട്. അതിൽ സപ്പോർട്ട് ചെയ്യാത്തൊരു കുറെ പേരുണ്ട്. നമുക്ക് ഇവിടെ ടീച്ചേഴ്സും ഫാദർമാരും ഇവരൊക്കെ ഇല്ലേ സപ്പോർട്ട് ചെയ്യാൻ? അതന്നെ പോരെ. നീ അത് പറഞ്ഞത് ശരിയാട്ടാ. പ്രിൻസിപ്പൾ അച്ഛൻ നല്ല കട്ട സപ്പോർട്ടാണ്. അച്ഛനാണ് എന്നോട് പറഞ്ഞത് ഒരു പാട്ട് കൊണ്ട് എഴുതാൻ പറ്റുമോ. ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറുക ചെയ്തേ. ആളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിവിനെ മൂടിക്കളയില്ലെന്നാണ് ആള് എന്നോട് പറഞ്ഞത്. പിന്നെ ചില ടീച്ചേഴ്സിന് നമ്മളെ പുച്ഛണ്ടോന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അത് നമ്മള് വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ലേ. ഹലോ, എന്തായി? ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മുടെ ഡേറ്റ് അടുത്ത് വരാറായി. എല്ലാം സെറ്റില്ലേ? അച്ഛൻ ഒരു 8 ലൈൻ ആയിട്ടുണ്ട്. കൊള്ളാലോ. ഇരിക്കെ. നീ എത്ര ലൈനും കൂടെ എഴുതാനുണ്ട്? ഇത് കൊള്ളാൻ കണ്ടോ, നന്നായി. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല. ലൈൻസ് വരുമ്പോ എഴുതണം. ഞാൻ പറയുന്നത് എത്ര മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്. ഞാൻ മെയിന് പറയുകയല്ല, നിങ്ങൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. നിങ്ങൾക്കത് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നടക്കച്ചാ, നമുക്ക് സെറ്റാക്കാം. അച്ഛനാണോ ഒരേ പരിപാടി ഏൽപ്പിച്ചത്? പാവച്ചൻ. അവന്മാരത്തെ കൊള വെക്കും, അത് ഉറപ്പാ. അവന്മാർക്ക് ചെയ്യാൻ പറ്റാണെങ്കിൽ ചെയ്യട്ടാ, നമ്മള് ചെയ്യണില്ല. അവന്മാരെല്ലാം ചെയ്യട്ടത്. ഓ, നീ വലിയ പുണ്യാളെ. ഞാൻ പോവാടാ. ഓ, അവന് ഇഷ്ടപ്പെട്ടില്ലേ? ഓട്ടവൻ അലവലാത്. ഇതാണ് ഫ്രാൻസിസ്, ആർട്സ് ഡേയിൽ പാടിയ പാട്ട് കമ്പോസ് ചെയ്തത് ഫ്രാൻസിസ് അല്ലേ? ഫാന്റാസ്റ്റിക്. നല്ല കഴിവുണ്ട്. Even that lyrics were so beautiful. താങ്ക് യു മാം. ഇത് എഴുതിയത് ഇവനാണ്. Oh, I see. Nice. അല്ലേ? ആണോ? വാവ്, ബ്യൂട്ടിഫുൾ ലൈൻസ്. നിങ്ങൾ രണ്ടുപേരും നല്ല കോംബോ ആണ് കേട്ടോ. മാം, ഞങ്ങളൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. കമ്പോസിംഗ് നടക്കാണ്. നമ്മുടെ ഡോൺ ബോസ്കോ ഫീസ്റ്റിനാണ് അത് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആണോ? അടിപൊളി. ഓൾ ദി ബെസ്റ്റ് ഡാ. ഫുൾ സപ്പോർട്ട് ട്ടാ. താങ്ക് യു മാം. അറിയില്ല.
എന്തിനാന്നറിയില്ല. ഫുഡിന്റെ മക്കളെ ആർട്സ് ഡേക്കേ നിങ്ങളുടെ പ്രോഗ്രാം കലക്കി. താങ്ക് യു. അടിപൊളി. അടുത്ത പ്രോഗ്രാം സെറ്റ് അല്ലേ? ഞങ്ങള് വെയിറ്റിംഗിലാ. ഓക്കെ, സെറ്റ് ചെയ്യാം. അതെ, എല്ലാവർക്കും വേറെ എക്സ്പെക്ടേഷനാ. നമ്മൾക്ക് പറ്റൂ. എടാ നമ്മൾ ചെയ്യും. എടാ അതെ, എനിക്ക് ചില സംഗതികള് എന്താ ശരിയായിട്ട് തോന്നണില്ല. അതൊക്കെ ഒരു ടെൻഷൻ ആയിട്ട് ഇപ്പൊ. എടാ പണ്ടാരോ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ. ഇതാരെ മ്യൂസിക് ഡയറക്ടറും എഴുത്തുകാരനുമാണല്ലോ. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താ പരിപാടി? അല്ല, നമ്മളെ ഫീസ്റ്റിന് നമ്മളെ ജിമ്മേച്ചൻ പറഞ്ഞിട്ടാണ് സോങ് എഴുതി കമ്പോസ് ചെയ്യുന്നുണ്ടാണ്. ജിമിച്ചൻ പറഞ്ഞിരുന്നു നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ? നന്നായിട്ട് ചെയ്യട്ടോ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. Sure, my dear boys. Don Bosco will help you. All the best. താങ്ക് യു. Dear friends, on this Don Bosco feast day, let us come together to celebrate the release of a new song dedicated to Don Bosco. The lyrics are written by Joseph Matthew of second year psychology and the song is composed by Mr. Francis Anthony of second year BCom banking. Oh, Father, oh, preacher, and friend of mine. Oh, Father, oh, preacher, and friend of mine. St. John Bosco, sensation of the youth. selfishness.